രാജ്യവിരുദ്ധ കലാപത്തിനിടെ പാർലമെന്റ് ആക്രമിക്കാനുള്ള ശ്രമത്തിൽ കടുത്ത നടപടിയിലേക്ക് ഡൽഹി പോലീസ്. ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. അക്രമങ്ങൾക്കിടെ തീവ്ര ഇടത് വിദ്യാർത്ഥി സംഘടന AISAയുടെ നേതാക്കളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ചർച്ച നടത്തി. ജന്തർ മന്ദറിൽ ലഹരി ഉപയോഗവും നൈറ്റ് പാർട്ടിയും നടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. CJP വേദിയിൽ ഉമർ ഖാലിദിനെയും ഷർജുൽ ഇമാമിനെയും പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ സംസാരിച്ചതിലും പ്രതിഷേധം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ രാജ്യവിരുദ്ധ കലാപ നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പാർലമെന്റ് ആക്രമണത്തിനും കോപ്പ് കൂട്ടുകയാണ് ഈ രാജ്യവിരുദ്ധ ശക്തികൾ. വിദേശ ഫണ്ട് ഉണ്ടെന്ന കാര്യം വ്യക്തമാണ്, കൃത്യമാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ എങ്ങനെയാണ് ഇവരുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന 90%-ലധികം പേരും വിദ്യാർത്ഥികളല്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഡൽഹിയിലെ സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തുന്നത്? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്, നന്ദൻ? അശ്വതി, കഴിഞ്ഞ 20-ാം തീയതി ഈ ജന്തർ മന്ദറിൽ നിന്നും പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ CJP ആഹ്വാനം ചെയ്തു. എന്നാൽ ആ മാർച്ചിൻ്റെ മറവിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെൻറ്റ് ആക്രമിക്കുകയായിരുന്നു ഈ അക്രമി കൂട്ടങ്ങളുടെ ലക്ഷ്യമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെതിരെ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രധാനമായും പാർലമെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ സൂചിപ്പിക്കുന്നത്, ഈ FIRൽ വ്യക്തമാക്കുന്നത് പൊതുസേവകരെ ആക്രമിച്ചു എന്നുള്ളതാണ്, പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിഫോമിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക മാത്രമല്ല, അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസിൻ്റെ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകളായിരുന്നു. AIയുടെ സഹായത്തോടുകൂടി ഈ അക്രമികളെ കണ്ടെത്തുവാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ കൂടി ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിന് ഇടയിലാണ് ഐസയുടെ, അതായത് തീവ്ര ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഐസയുടെ നേതാക്കൾ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തി ചില ചർച്ചകൾ നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് ഈ CJP സമരത്തിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കുന്ന ഒരു സംഘമായിരുന്നു ഈ ഐസ എന്നുള്ളത്. ഐസ ഇപ്പോൾ രാഹുലുമായി ചർച്ച നടത്തിയത് സ്വാഭാവികമായും ഈ സമരത്തിൻ്റെ ഗതി മറ്റൊരു ദിശയിലേക്ക് നയിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇതിൽ ആശങ്ക തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി ഇപ്പോൾ ഈ CJPയുടെ വേദിയിലേക്ക് എത്തുന്ന ഒരവസ്ഥ. അതായത് CJPയുടെ സമരം പൂർണ്ണമായും പ്രതിപക്ഷം ഹൈജാക്ക് ചെയ്തു എന്ന് വേണം വിലയിരുത്താൻ. മണിശങ്കർ അയ്യർ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം ഈ CJPയുടെ വേദിയിലെത്തി ഉമർ ഖാലിദ് അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ രാജ്യദ്രോഹികളെ പുകഴ്ത്തുവാനും അവരെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യം ആ വേദിയിൽ ഉന്നയിക്കാനുമാണ് മണിശങ്കർ അയ്യർ ആ സമയം കണ്ടെത്തിയത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം സാമൂഹ്യ വിരുദ്ധർ ഈ CJPയുടെ സമരം അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ ഈ CJPയുടെ ഭാഗമായി നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ രാജ്യത്ത് അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു, അരാജകത്വം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു, കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ വലിയ രീതിയിലുള്ള വിദേശ ഫണ്ടിങ് അടക്കം എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഐസ, തീവ്ര ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അതേപോലെ തന്നെ കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ CJP സമരം മറ്റൊരു ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അശ്വതി.